ഒരിക്കൽ കൂടി എല്ലാവർക്കും വളരെ സന്തോഷം. ഇങ്ങനെയൊരു പ്രഭാതത്തിൽ അല്ലെ നമ്മളിങ്ങനെ ഒത്തുകൂടി നമുക്ക് പഠിക്കാനായി ഒരുപാട് അറിവുകളും കഴിവുകളും ഒക്കെ നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കൊമ്പിടിഞ്ഞാമാക്കലിൻ്റെ. ഒരുപാട് താരങ്ങൾ ഉദയം കൊണ്ടിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു പൊൻപുലരി എന്ന് പറയുന്നത്. ഈ ഒരു പൊൻപുലരിയിൽ നമ്മുടെ കഴിവും അറിവും ഒക്കെ കൂട്ടാൻ അല്ലെ നമ്മുടെ സമയവും താല്പര്യവുമാണ് നമ്മൾ ഇതിൽ കൊടുക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ലീഡേഴ്സ് പഠിപ്പിച്ചു തരും. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു 2 വാക്ക് ഞാൻ ഇതിങ്ങനെ പറയാനൊക്കെ എന്നെ പ്രാപ്തമാക്കിയ ഒരു പ്രസ്ഥാനം. അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമൊക്കെ അങ്ങനെ സംസാരിക്കാൻ പഠിപ്പിച്ച് കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകം എന്താ പറയുക, നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ അല്ലെ ഒരുപാട് ലേഡീസിന് അതേപോലെ ജെൻസിനും ഒപ്പത്തോടൊപ്പം നിന്ന് ലേഡീസും ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പ്രിയ മാഡം പരിചയപ്പെടുത്തി എങ്കിലും എൻ്റെ പേര് മാജി ജോബ്, കൊടുങ്ങല്ലൂർ പുല്ലൂറ്റാണ് വീട്. ഇന്നൊരു ടെക്നിക്കൽ അച്ചീവറായിട്ട് നിൽക്കുന്നു. വളരെ സന്തോഷം. കാരണം ഒരു നല്ല രീതിയിലൊക്കെ വരുമാനം വാങ്ങാൻ പറ്റുമെന്നൊന്നും കരുതിയിട്ടല്ല ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ കടന്നു വന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിൽ വന്ന് നല്ല രീതിയിലൊരു വരുമാനം വാങ്ങാൻ എനിക്ക് സാധിച്ചുവെങ്കിൽ എന്നേക്കാൾ കഴിവുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളാണ്, ലീഡേഴ്സാണ്. ലേഡീസ് ആയിക്കോട്ടെ ജെൻസ് ആയിക്കോട്ടെ, നല്ല രീതിയിൽ ഇതിനെ മനസ്സിലാക്കി ഇതിനോടൊപ്പം ചേർന്ന് നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല വരുമാനം, അതേപോലെ തന്നെ ഒരുപാട് സന്തോഷം അല്ലെ. നമുക്ക് ഇന്ന് സന്തോഷം ഏതൊരു ജോലിയിലും കിട്ടാത്ത ഒന്നാണ് നമുക്ക് സന്തോഷം. അപ്പം ആ ഒരു സന്തോഷം, അതുപോലെ തന്നെ അംഗീകാരങ്ങൾ, വരുമാനം, ആരോഗ്യം അല്ലെ, ഇതിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ആരോഗ്യം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന് ഇന്ന് ആ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ RCMൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാവാം, ലീഡേഴ്സ് ആവാം. ഒരുപാട് ഈ ഒരു സമയത്ത് 6 മണി സമയത്ത് ഇതിലിരിക്കുന്നത്. പിന്നെ പുതിയ ലീഡേഴ്സ്, അതായത് ഇതിനെ മനസ്സിലാക്കണമെന്ന് കരുതി വന്നിട്ടുള്ള ഇതെന്താണ് എന്നറിയാനായിട്ട് വന്നിട്ടുള്ളവരും ഉണ്ടാവാം. അപ്പം എനിക്ക് ഇന്നൊരു ഡയമണ്ട് ക്ലബ്ബ്, ഞാനൊരു 5.5 വർഷത്തോളം വിദേശത്ത് ജോലി ചെയ്ത്, ഇറ്റലിയിൽ ജോലി ചെയ്തതിന് ശേഷം നാട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു RCM, എൻ്റെ ഹസ്ബൻഡാണ് ഇതിൽ ഐഡിയ എടുത്തത്. ഒരു കസിൻ വഴിയായിട്ടാണ്, ഞങ്ങളുടെ ഒരു കസിൻ വഴിയായിട്ടാണ് ഈ ഒരു പ്രസ്ഥാനത്തെ പരിചയപ്പെടുന്നതും ഇതിൻ്റെ നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് ആ സമയത്ത്. അപ്പോൾ ഉപയോഗിച്ച് എല്ലാവരും ഒരുവിധം ആളുകൾ അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ ഇതിൽ വന്നു കഴിയുമ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്ന് കാണുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ അറിയാതെ അല്ലെ, ഒരു നല്ലത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ കൂട്ടുകാർക്കും പരിചയക്കാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും നമ്മളിത് ഷെയർ ചെയ്യും, നല്ലതാണ് ഉപയോഗിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം അതേപോലെ ഞങ്ങളും അങ്ങനെ ഉപയോഗിക്കാൻ തയ്യാറായപ്പോഴാണ് ഈ ഒരു ഇതിലൂടെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വരുമാനം കിട്ടും, പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരോഗ്യം കിട്ടും എന്നെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇറ്റലിയിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ച് അങ്ങോട്ട് ഹസ്ബൻഡ് ഞാനും കൂടി 3 മക്കളെ വീട്ടിൽ അമ്മയുടെ ഒപ്പാക്കി നാട്ടിൽ നിർത്തിയിട്ട് ഞാനും ഹസ്ബൻഡും കൂടി തിരിച്ചു പോകാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നത്. പക്ഷെ ഇവിടെ വന്ന് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, പാസ്പോർട്ട് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. അതൊക്കെ ചെയ്ത് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ, നമുക്ക് 2020 കൊറോണ വന്നു. ആ ഒരു സമയത്ത് വിചാരിച്ച രീതിയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താനോ വിദേശത്തേക്ക് തിരിച്ചു പോകാനോ സാധിച്ചില്ല. എന്നാലും ആ ഒരു സമയത്ത് ബിഗ് സീറോയിലോട്ട് വന്ന, അതായത് നമ്മൾ ഒരു ആക്റ്റീവ് ഇൻകം ആണ് ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്. ഒരു ആക്റ്റീവ് ഇൻകം, അതായത് ജോലി ചെയ്താൽ മാത്രം പൈസ കിട്ടുന്ന ഒരു ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു ജോലിയിൽ നിന്ന് നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ വരുമാനം ഇല്ല. ആ ഒരു സമയത്താണ്
RCM എന്ന പ്രസ്ഥാനം ചെറിയ രീതിയിൽ മനസ്സിലായ ഒന്നും നമുക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു, അതിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലായില്ല. പിന്നീട് ഓരോ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തതിലൂടെ എന്തോ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ഒരുപാട് കഴിവുകളോ അറിവുകളോ ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അതിൽ നിൽക്കാനുള്ള ഒരു ബോധോദയം എന്തോ എനിക്കുണ്ടായി എന്ന് പറയാം. ആ ഒരു ഇതിൽ ഉറച്ചു നിൽക്കണം, എന്ത് ചെയ്താലും തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരു സമയത്ത് ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു, കാരണം കൊറോണ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വീടുകളിലേക്ക് ഈ നമ്മുടെ ഉൽപ്പന്നം അല്ലെ, നമുക്ക് എന്നും തുറന്ന് പ്രവർത്തിക്കാവുന്ന ഷോപ്പായിരുന്നു നമ്മുടേത്. അപ്പോൾ ഞാൻ നമ്മുടെ കലാമേഡം നന്മ ഷോപ്പ്, എൻ്റെ മെന്ററാണ് എമറാൾഡ് ബിജു സാറ്, കലാമേഡം. അപ്പോൾ അവരുടെ ഷോപ്പിൽ പോയി സാധനങ്ങൾ എടുത്ത്, ഉൽപ്പന്നങ്ങൾ എടുത്ത് മറ്റുള്ള വീടുകളിലേക്ക് ഇന്ന ഉൽപ്പന്നങ്ങൾ വേണം എന്ന് പറയുമ്പോൾ അവരുടെ വീടുകളിലേക്കൊക്കെ ഇതിന്റെ കൊറോണ ആയിട്ടിരിക്കുന്നവരായാലും അല്ലാതെയുള്ളവരായാലും വേണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഓരോ വീട്ടിൽ ഈ ഒരു RCM പരിചയപ്പെടുത്തി. അപ്പോൾ അവർക്ക് ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം അവിടെ കിട്ടി. അങ്ങനെയാണ് നോക്കുമ്പോൾ ഓരോ മാസവും 500ഉം 1000 രൂപ വെച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതിനൊരു മാറ്റം വന്നു തുടങ്ങി. അപ്പൊ ഈ ഒരു മാറ്റം കണ്ടു കഴിഞ്ഞപ്പോഴാണ് എന്തുകൊണ്ട് ഇതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ വരുമാനം കൂടുതൽ നേടാൻ പറ്റും എന്ന് മനസ്സിലാക്കിയതിലൂടെയാണ് ഈ ഒരു RCM പ്രസ്ഥാനത്തിൽ നിലനിന്നതും മുന്നോട്ട് പോയത്. ഒരുപാട് എന്താ പറയുക, എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നമ്മൾ ഇതിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിൽ ആ ഒരു പ്രശ്നങ്ങളോടൊപ്പം, നമ്മുടെ ലീഡർമാർ പറയാറുണ്ട്, നമ്മുടെ പ്രശ്നങ്ങളോടൊപ്പം നമ്മൾ ഈ ഒരു RCMനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് RCM മാത്രം ഒരു പ്രശ്നമല്ല, എല്ലാത്തിനും ഒരു പരിഹാരമായിട്ട് നമ്മുടെ കൂടെ ഈ RCM എന്ന പ്രസ്ഥാനം നമ്മോടൊപ്പം ഉണ്ടാവും. നമ്മുടെ കൂടെ നമുക്ക് ആരോഗ്യം, അതോടൊപ്പം വരുമാനം അല്ലെ, വരുമാനം എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിച്ചു പോകാനായിട്ട് അന്നേക്ക് കിട്ടുന്ന ഒരു രീതിയിലാണ് നമുക്ക് വരുമാനം വരുന്നത്. പക്ഷെ അതോടൊപ്പം നമുക്ക് ഇതൊരു സമ്പത്തിന്റെ മേഖലയിലേക്ക് മാറാനായിട്ട് നമുക്ക് അതിന് സാധിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ്. അത് പിന്നീടാണ് നമുക്ക് കൂടുതൽ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഓരോ തിരിച്ചറിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് തിരിച്ചറിവുകൾ നമുക്ക് കിട്ടാനുണ്ട്. ഇതിൽ എന്നെ സംബന്ധിച്ച് ഒന്നും ആയിട്ടില്ല ഇപ്പോഴും. അറിവുകളുടെ ചെറിയൊരു ലോകത്ത് ഈ ഒരു RCMൽ കൂടെ വരുമാനം കിട്ടും. ഇതിൽ നിലനിന്ന് കഴിഞ്ഞാൽ ആരോഗ്യം, വരുമാനം അതുപോലെ കിട്ടി നമുക്ക് നമ്മുടെ കൂടെ വരുന്നവരെ ഒപ്പം ചേർത്ത് നിർത്തി അവർക്ക് ഒരു വിജയത്തിന്റെ മുന്നോടിയിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇതിൽ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എൻ്റെ ഒപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരെയും ഒപ്പം ചേർത്ത് നിർത്തി അവർക്കും ഞാൻ എത്തിയ ആ ഒരു തലത്തിലേക്കൊക്കെ അവരെയും, ഞാൻ എത്തിയതിനേക്കാൾ കൂടുതൽ, കാരണം എന്നേക്കാൾ അറിവും കഴിവും ഒരു എന്താ പറയാ നല്ല പ്രാപ്തിയുമുള്ള ലീഡേഴ്സാണ് കൂടെയുള്ളത്. അപ്പൊ അവരെയും അതുപോലെ തന്നെ RCM എന്ന പ്രസ്ഥാനത്തിൽ മനസ്സിലാക്കി വരുന്ന ഓരോരുത്തരും ഇത് മനസ്സിലാക്കാൻ, നമ്മൾ നിലനിന്ന് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വിജയിച്ച് മുന്നോട്ട് പോകാനാവുള്ളൂ. വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വരുമാനം ഒന്നും കിട്ടിയില്ല എങ്കിലും ഇതിൽ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആയി കണക്കാക്കി അതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, നമ്മൾ ഇതിലെ പ്രൊഡക്റ്റ് 100% നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് അറിയാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഒരു പുതിയ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിക്കും. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഡയമണ്ട് ക്ലബ്ബാണ്. നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് എന്താണ് എന്നും എന്തിനാണ് നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ ഒന്ന് എൻ്റെ അറിവ്, എനിക്ക് കിട്ടിയ, ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ, വളരെ കുറവ് കാര്യങ്ങളാണ്. അത് നിങ്ങൾക്കും ഞാൻ പുതിയ ആളുകളിലേക്കാണ് കൂടുതൽ, അവർക്കാണ് കൂടുതൽ മനസ്സിലാവേണ്ടത്. ഇതിൽ എന്നും നമ്മൾ കയറുന്നതും ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നതുമായ ആളുകൾക്ക് എല്ലാവർക്കും എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു എൻ്റെ അറിവുകൾ ഞാനൊന്ന് ഷെയർ ചെയ്യാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെച്ച്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഒരു പോയിന്റ് എങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിത് ഈ ഒരു ഡയമണ്ട് ക്ലബ്ബ് അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു പ്രസ്ഥാനം നമ്മുടെ കൈകളിലേക്ക് വെച്ച് തന്ന എല്ലാ നമ്മുടെ TCGയെ നമിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ഗുരുക്കന്മാരെയും, പ്രത്യേകമായി നമ്മുടെ സ്റ്റാർ എമറാൾഡ് സജീവ് സാറിനെയും അതുപോലെ ഫാമിലിയെയും, എമറാൾഡ്
ബിജു സാറിനെയും കലാമേടത്തെയും ഒക്കെ ഏറെ സ്നേഹത്തോടെ ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു. അവരോട് എന്നും കടപ്പാടും നന്ദിയും. കാരണം നമ്മളെ ഓരോ അറിവും കഴിവും നമ്മൾക്ക് പകർന്നു തന്ന, നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സാണ് അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരേറെ സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു എന്താ പറയുക ഇന്നത്തെ ഡയമണ്ട് ക്ലബിന്റെ പ്രാധാന്യം, അത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്നൊന്ന് എന്താ പറയാ അതിലൂടെ നമുക്ക് കണ്ണോടിക്കാം. അപ്പോൾ ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്നത് നമ്മൾ 1-ാം തീയതിക്കും 10-ാം തീയതിക്കും ഉള്ളിലാണ് ഡയമണ്ട് ക്ലബ്ബ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഇപ്പോൾ 1-ാം തീയതി തന്നെ ചെയ്യുന്നവരുണ്ടാവാം, 5-ാം തീയതി നമുക്ക് ആ 10-ാം തീയതിക്കുള്ളിൽ നമ്മൾ ഡയമണ്ട് ക്ലബ്ബ്, അതായത് നമ്മുടെ സെൽഫ് ഐ ഡിയിൽ ഒരു 5000 PV, അത് ഏകദേശം ഒരു 10,000-നും നമ്മൾ ഏതാണോ ന്യൂട്രി ചാർജ് ആണോ FMCG ആണോ ഏത് പ്രൊഡക്റ്റ് ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേരിയേഷൻ വരും. ചിലപ്പോൾ 10,000-ന് മുകളിലാവാം, ചിലപ്പോൾ 10,000-ന് കുറവാവാം. പക്ഷെ നമ്മൾക്ക് എന്ത് വേണം, നമ്മുടെ സെൽഫ് ഐ ഡിയിൽ 5000 PV, തികച്ചും 5000 PV ഉണ്ടായിരിക്കണം. അതാണ് ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്നത്. ആ ഒരു ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുമ്പോൾ അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കമ്പനി അംഗീകരിക്കുന്ന ഒരു കസ്റ്റമറായി നമ്മൾ മാറുന്നു. അതുപോലെ തന്നെ കമ്പനി നമുക്ക് അതിൻ്റെ ആ ഒരു ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത് ഒരു 12 മാസം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കമ്പനി അംഗീകരിക്കുന്ന നമ്മുടെ ഒരു കസ്റ്റമറായി നമ്മളെ പരിഗണിക്കുന്നു. അതോടൊപ്പം ഒരു പിൻ ലെവല് നമുക്കതിൻ്റെ ഒരു റെക്കഗ്നേഷൻ നോടനുബന്ധിച്ച് നമുക്കൊരു പിൻ ലെവൽ പിന്നെ നമുക്ക് കിട്ടും. ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു പിന്ന്, ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ കുത്തിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നത് ഡയമണ്ട് ക്ലബ്ബ്. കാണാത്തവർക്കാണ് കേട്ടോ ഈ ഒരു ഡയമണ്ട് ക്ലബ്ബ്. അത് 4 തരത്തിലാണ് നമ്മുടെ ക്ലബ്ബുകൾ വെച്ചുള്ളത്. അത് നമ്മളുടെ എന്താ പറയുക, നമ്മുടെ വിജയം ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്നവര് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനെ RCM എന്നൊരു പ്രസ്ഥാനത്തിൽ വിജയിക്കണം, എനിക്ക് ഇതിലൂടെ വിജയിച്ച് മുന്നോട്ട് പോകണം എന്ന് ഉറച്ച തീരുമാനം എടുത്തു വരുന്നവർക്കാണ് ഈ ഒരു ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നത്. അത് 10-ാം തീയതിക്കുള്ളിലാണ് ചെയ്യേണ്ടത്. പിന്നെ അതിന്റെ കൂടാതെ 3 ക്ലബ്ബുകൾ വേറെയുണ്ട്. അതെന്താണ്? സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ്, അതുപോലെ തന്നെ സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ്, ക്രൗൺ ക്ലബ്ബ്. ഡയമണ്ട് ക്ലബ്ബ് 5000 PV ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് 31-ാം തീയതിക്കുള്ളിൽ നമ്മൾ എന്താ പറയുക സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ 10,000 PV ആണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 25,000 PV ചെയ്യുന്നതാണ് സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ്, 50,000 PV ചെയ്യുന്നതാണ് ക്രൗൺ ക്ലബ്ബ്. അപ്പൊ ഈ ഒരു 4 തരത്തിലാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ആ ഒരു വിജയം നമ്മൾക്ക് എത്ര സ്പീഡിൽ പോണോ ആ ഒരു സ്പീഡിൽ പോവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ ഫാസ്റ്റായിട്ട് നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇത് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ 5000 PV ചെയ്ത് കഴിഞ്ഞാൽ ഈ 10-ാം തീയതിക്കുള്ളിൽ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള 20 ദിവസം നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ആ ഒരു അത്രയും ദിവസം കൊണ്ട് ഇപ്പൊ നമുക്ക് അടുത്ത ഒരു 3-4 ദിവസം കൊണ്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു 10,000 രൂപയ്ക്ക് എടുത്തു വെച്ചിരിക്കുന്ന, നമ്മുടെ വീട്ടിലെടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് ആവശ്യമുള്ളത് അല്ലെ, നമ്മൾക്ക് എല്ലാ മാസവും സാധനങ്ങൾ വേണം. അപ്പൊ അത് ഉപയോഗിച്ച് നമ്മൾക്ക് വേണ്ടത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആ ഒരു ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യണം, നമ്മളത് നമ്മുടെ എന്താ പറയാ ബന്ധുക്കൾക്കും നമ്മുടെ കൂട്ടുകാർക്കും അതേപോലെ തന്നെ പരിചയമുള്ളവർക്കും, ഇനി പരിചയമില്ലാത്തവരായിക്കോട്ടെ ആർക്കായാലും നമ്മളതൊന്ന് അവരെ പരിചയപ്പെടുത്താനും അവർക്ക് ഷെയർ ചെയ്യാനുമായിട്ട് അതാണ് നമ്മൾ ഈ ഒരു ഡയമണ്ട് ക്ലബ്ബിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വാങ്ങിച്ച് വച്ചിരിക്കുന്ന ഉൽപ്പന്നം മുഴുവനും നമ്മുടെ വീട്ടിൽ വെക്കാതെ നമ്മൾ മറ്റുള്ളവരെ, അതിൻ്റെ ഒരു ബിസിനസിന്റെ പ്രത്യേകതയാണ് നമ്മൾ ഉപയോഗിച്ച് 100% പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അത് ഷെയർ ചെയ്യണമെന്നുള്ളത്. അത് നമ്മൾ ഷെയർ ചെയ്യണം. അപ്പൊ എന്നാൽ മാത്രമേ ഇതിന് ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ല. അപ്പൊ നമ്മളത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഉൽപ്പന്നങ്ങളുടെ ഇത് ആളുകളെ അറിയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ മറ്റുള്ളവർ ഉപയോഗിച്ച് അത് തന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത്
അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്കും ഈ ഒരു ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പനി അംഗീകരിക്കുന്ന ഒരു പിൻ ലെവലിലേക്ക് പിന്നെ നമുക്ക് കിട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു കമ്പനി എങ്ങനെ 12 മാസം കഴിയുമ്പോൾ, 12 മാസം മാത്രമല്ല ചെയ്യേണ്ടത്, തുടർന്ന് നമ്മൾ എത്ര കാലം ഇതിൽ RCM ജീവനോടെ ഉണ്ടോ ആ കാലം അത്രയും നമ്മൾ ഡയമണ്ട്. ഞാനിപ്പോൾ 2020 ആഗസ്റ്റിലാണ് ഞാൻ ഈ ഒരു ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നത്. ഡിസ്പ്ലേ വാള് വീട്ടില് ഒരു ഡിസ്പ്ലേ വാള് ഓപ്പൺ ചെയ്തു. അതെനിക്ക് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള സ്റ്റാർ എമറാൾഡ് സജീവ് കുമാർ സാറും എമറാൾഡ് ബിജു സാറും കൂടി വന്നിട്ടാണ് ആ ഷോപ്പിന്റെ ഉദ്ഘാടനവും വീട്ടിലൊരു ഹോം മീറ്റിംഗ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസ്പ്ലേ വാളിന്റെ ഉദ്ഘാടനം അന്ന് 2020 ആഗസ്റ്റ് 15 സമയത്താണ് നടത്തിയത്. അപ്പൊ ആ ഒരു അങ്ങനെ ആ ഒരു ഡയമണ്ട് അന്ന് അങ്ങനെ ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിത് നമ്മുടെ വീട്ടിൽ ഇതിനെ കുറിച്ച് കൂടുതൽ ഫാമിലി ആയിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഈ ഒരു ഉൽപ്പന്നങ്ങളോട് കൂടി ഫാമിലി ആയിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഈ പറഞ്ഞ പോലെ കമ്പനി വിസിറ്റ് റെക്കഗ്നേഷൻ ഒക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ, ആ ഒരു കമ്പനിയിൽ ചെല്ലുമ്പോൾ, ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിലാണ് നമ്മളെന്ന് അറിയുന്നത് ആ ഒരു കമ്പനിയിൽ നമ്മൾ ചെല്ലുമ്പോഴാണ്. നമുക്ക് ഫ്രീ എൻട്രി ആണ്. എന്തുണ്ടെങ്കിൽ നമ്മൾ ഈ ഡയമണ്ട് ക്ലബ്ബ് ചെയ്തു കഴിഞ്ഞാൽ ഒരു 10,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് നമ്മൾ ഇതിൽ എല്ലാ മാസവും തുടർച്ചയായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു അംഗീകാരമാണ് ഈ പറഞ്ഞത്. നമുക്ക് അവിടെ ഒരു കമ്പനി, നമ്മൾ ഇത്രയും വലിയൊരു കമ്പനിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കത് അവിടെ ആ കമ്പനി അവിടെ എൻട്രി ഫ്രീ ആണ്. അതുപോലെ തന്നെ നമുക്ക് അവിടെ എന്താ പറയാ, ഫുഡ്, താമസം, 2 ദിവസം ഒരു രാത്രിയും 2 പകലും അവിടെ താമസിക്കാനുള്ള ഒരു അവസരമൊക്കെ നമുക്ക് കിട്ടുന്നു. കമ്പനി കാണാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അത്രയ്ക്കും പ്രാധാന്യം നമ്മുടെ ബിസിനസ് വളരാനും അതുപോലെ കമ്പനി നമുക്ക് ആ ഒരു താമസമൊക്കെ നമുക്ക് തരാ എന്ന് പറയുന്നത് നിസാര കാര്യമല്ല. അത്രയ്ക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മളെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ഈ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഇതിന്റെ ഒരു പ്രാധാന്യം ഞാൻ പറഞ്ഞു. നമുക്ക് ഈ ഒരു എന്താ പറയാ 100% നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക അല്ലെ. നമ്മുടെ വീട്ടിൽ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ അത് യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രൊമോഷൻ നടക്കുകയുള്ളൂ അല്ലെ. നമുക്ക് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ പരസ്യമൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യണത്. അതേപോലെ തന്നെ നമുക്കിത് കഴിയുമ്പോൾ നമുക്ക് 6 മാസം കൂടുമ്പോൾ, ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാനുള്ള അവസരം ഇതിലുണ്ട്. അപ്പോൾ 5000 PV നമ്മൾ 6 മാസം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 5000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഇത് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ടൈം അല്ലെ, ടൈം നമുക്ക് സേവ് ചെയ്യും. നമ്മുടെ വീട്ടിൽ ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ആളെ പരിചയപ്പെടുത്തി കഴിയുമ്പോൾ ആൾക്ക് ജോയിനിങ് ചെയ്യണം അല്ലെ. നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു സമയം നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അത് തന്നെയല്ല, നമ്മുടെ വീട്ടിലുണ്ടെങ്കിലാണ് നമുക്കത് അവരെ പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. നമ്മുടെ വീട്ടിലേക്ക് ആളുകൾ വരുമ്പോൾ നമുക്ക് അതിനെ പരിചയപ്പെടുത്താനൊക്കെ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു പുതിയ ജോയിനിങ് നമുക്ക് കിട്ടാൻ ഒരവസരം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ്, അവർക്ക് അപ്പൊ തന്നെ പ്രൊഡക്റ്റ് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ഡിസ്പ്ലേ വാൾ ഉണ്ടായിരിക്കണം. ഡിസ്പ്ലേ വാൾ ഉണ്ടെങ്കിൽ നമ്മുടെ 10,000 രൂപയ്ക്ക് എടുത്ത് നമ്മൾ ഡിസ്പ്ലേ വാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടെ വരുന്നവരെ അസോസിയേറ്റ് ചെയ്യുന്ന പുതിയ വ്യക്തികൾക്ക് നമുക്കത് ബില്ലടിച്ചു കൊടുക്കാനായിട്ടൊക്കെ ഉള്ള ഒരു അവസരം നമുക്ക് ഇതിലൂടെ, അത്രയ്ക്കും സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ഇതിന്റെ സിസ്റ്റം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് വിജയിക്കാനുള്ള ആദ്യത്തെ പടിയാണ് ഈ ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡയമണ്ട് ക്ലബ്ബ് നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മളുടെ കൂടെ വരുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, നമ്മൾ പഠിപ്പിക്കുക എന്ന് പറയാറുണ്ട്. ആ ഒരു കാര്യം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആ ഒരു ഡ്യൂപ്ലിക്കേഷനിലൂടെ തന്നെ വളരെയധികം ബിസിനസിന്റെ ഒരു ഗ്രോത്ത് ആണ് അവിടെ വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വേറെ ഒന്നുമല്ല, ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നവരുടെ എണ്ണം, നമ്മുടെ ടീമില് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നവരുടെ എണ്ണം കൂട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ജോയിനിങ് വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2000 രൂപയ്ക്ക് അല്ലെങ്കിൽ അതിന് മുകളിലോ നമ്മൾ ജോയിൻ ചെയ്യാൻ അത്ര 2000 രൂപയുടെ എന്നാണ് നമ്മൾ പറയാം. അപ്പൊ എന്താ പറ്റുന്നത്? നമുക്ക് 1000 PV ആണ് അവിടെ, ഒരു 2000-ന് മേലെ എടുത്തു കഴിഞ്ഞാൽ 1000 PV വരാൻ ഉള്ള ഒരു അവസരമാണ് അവിടെ ഉള്ളത്.
അപ്പൊ ഒരു 1000 PV ആണ് വരുള്ളൂ. പക്ഷെ 5000 PV ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ഒരു വ്യക്തി അങ്ങനെ വരുമ്പോ എന്താണ്, അതിന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടക്കും അല്ലെ. അവിടെ അത്രയും ബിസിനസിന്റെ ഗ്രോത്ത് അവിടെ വരും. അപ്പൊ നമുക്ക് ഇനി ഗ്രോത്തിലേക്കാണ് നമ്മുടെ TCG പറഞ്ഞിരിക്കുന്നതും നമ്മുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ആ ഗ്രോത്തിലേക്ക് വരാനായിട്ട് ചെയ്യുന്നതാണ് ഇത്. അതേപോലെ തന്നെ നമ്മുടെ വർക്ക് സ്പീഡിലാവും. സ്പീഡ് വർക്കാണ് നമുക്ക് സ്പീഡിലാണ് നമ്മുടെ വർക്ക് നടക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ മാക്സിമം നമ്മൾ മറ്റുള്ളവർക്ക് സർവീസ്, നമ്മുടെ കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കാനൊക്കെ ഉള്ള ഒരവസരം നമ്മൾ ഒരു മീറ്റിങ്ങുകൾ 1-to-1 മീറ്റിംഗ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഹോം മീറ്റിംഗ്, ഓരോരുത്തരെ കാണാൻ പോകുമ്പോൾ അങ്ങനെയുള്ള മീറ്റിങ്ങുകളെല്ലാം നമുക്ക് നടത്താനായിട്ടുള്ള ഒരവസരം. നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ പോയി കാണാനും അവരെ പരിചയപ്പെടുത്താനൊക്കെ നമുക്ക് സാധിക്കും. അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ പ്രാധാന്യമാണ്, എന്തിനാണ് നമ്മളിത് ചെയ്യുന്നതിനുള്ള പ്രാധാന്യമാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഇത് എങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 10-ാം തീയതിക്കുള്ളിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൂടെ വരുന്നവരായിക്കോട്ടെ, നമ്മളിലേക്ക് പുതിയ ആളുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവരിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിക്കുമ്പോൾ അവർക്ക് എന്ത് ഇതുണ്ടെങ്കിലും നമ്മൾ 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നതും ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്ന സംഭവം നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ കമ്പനി പറയുന്ന ആ ഒരു സിസ്റ്റം നമ്മളെപ്പോഴും വിജയിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ, നമ്മളെ വിജയിച്ച് കാണാനാണ് നമ്മുടെ കമ്പനി ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് കമ്പനിയുടെ സിസ്റ്റം അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളോട് ഈ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യണം എന്ന് നിർബന്ധമായിട്ടും, നിർബന്ധമല്ല, ഇത് നമ്മളാണ് സീരിയസ് ആയിട്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെ, നമ്മുടെ ബിസിനസ്സിൽ ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളോട് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇതിലൂടെ നമ്മുടെ ബിസിനസ്സിന്റെ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഈ ഒരു നമ്മളിൽ ഡ്യൂപ്ലിക്കേഷൻ വരുമ്പോഴാണ്. ഞാൻ ചെയ്യണം, അതുപോലെ തന്നെ എൻ്റെ കൂടെ വന്നവർക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് അവർക്കും. ഇപ്പൊ തുടക്കം വരുന്നവർക്ക് ചിലപ്പോൾ അത് അറിയണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, 2000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങണം എന്ന് പറയുമ്പോൾ പിന്നെ അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണില്ല, അല്ലെ. അവർക്ക് അവരെ ഫോളോ അപ്പ് ചെയ്താലാണ് നമുക്ക് കൂടുതലും. ഇപ്പൊ നമുക്ക് ടെർമിനേറ്റഡ് ആയിട്ടൊക്കെ ഒരുപാട് ഐഡികൾ ടെർമിനേറ്റഡ് ആയിട്ടുണ്ടാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരോട് പറയും, 2000 രൂപയ്ക്ക് ഉൽപ്പന്നങ്ങൾ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആ ഒരു ഉത്സാഹം പിന്നീട് നമ്മൾ കാണിക്കാതെ വരുമ്പോൾ അവർക്കും ഇതിന്റെ പ്രാധാന്യം അറിഞ്ഞുകൂടാ. 6 മാസം കഴിയുമ്പോൾ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നോ അല്ലെങ്കിൽ ഇതിലൂടെ ഒരു വരുമാനം കിട്ടുന്നോ ഒന്നും അറിയില്ല. അപ്പൊ എന്ത് വേണം, നമ്മൾ വരുമ്പോ തന്നെ അതുകൊണ്ടാണ് ലീഡേഴ്സ് ഇപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിന് നിർബന്ധമായും പ്രാധാന്യം കാണണം എന്ന് പറയുന്നത്. അപ്പൊ എന്താ, നമ്മൾ സിമ്പിൾ ആയിട്ട്, അല്ലെ, നമ്മൾ ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവരിലേക്കും കൂടി അത് പകർന്നു കൊടുത്തു കഴിഞ്ഞത് എങ്ങനെയാണ്, ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള നേട്ടങ്ങളാണ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവാനായിട്ടൊക്കെ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ പലർക്കും അതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവരെ ഇപ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് ഈ മാസം ഡയമണ്ട് ക്ലബിന്റെ മാസമായിട്ട്, അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെ, നമുക്കൊരു RCM പൂരം ജനുവരി 8-ന് നടക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് അച്ചീവ്മെന്റുകളൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ അച്ചീവ്മെന്റ് സിമ്പിളായിട്ട് വിജയിച്ച് മുന്നേറാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെ, നമ്മുടെ കൂടെ വരുന്നവരെ ഓരോ പിൻ ലെവൽ മാറാനായിട്ടൊക്കെ ഇത് ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കും. ഒരുപാട് ഗ്രോത്ത്, നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ നമുക്ക് ഈ ഒരു ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്നത് തന്നെ, അത് നമ്മുടെ കമ്പനി എത്ര വിഭാവനം ചെയ്തിട്ടാണ് അവരുടെ ഒരു കാൽക്കുലേഷൻ, അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, അല്ലെ, അത്രയ്ക്കും വിഷനാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ, ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മേഖലയാണ്
പറയും, നമ്മുടെ സജീവ് സാറ് പറയും സിമ്പിളാണ് പക്ഷെ നോട്ട് ഈസി. കാരണം എന്താ, നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്, ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാനായിട്ട് 5000 അയ്യോ 5000 PV ചെയ്യണ്ടേ എന്നുള്ള ചിന്ത വരും. പക്ഷെ എന്താണ്, ഇന്നൊരു 10000 രൂപയ്ക്ക് എന്ത് ബിസിനസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി 10000 രൂപയുടെ 10000 രൂപയുടെ ബിസിനസ് ചെയ്താൽ തന്നെ അല്ലെ, 10000 രൂപ മുടക്കി എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പറ്റുക, ചെയ്താൽ തന്നെ നമുക്ക് അതിലൂടെ എന്ത് വരുമാനമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അല്ലെ. നമുക്ക് അതിലൂടെ ഒന്നും ഒരു വരുമാനവും നമുക്ക് കിട്ടുന്നില്ല. അപ്പോ ഇത്രയ്ക്കും സിമ്പിളായിട്ട് വിജയിച്ച് മുന്നേറാനായിട്ട് ഒരുപാട് ആളുകളെ ഇതിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അവരെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത്, അവർക്ക് നല്ല രീതിയിൽ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് അവർക്ക് ഇതിന്റെ ഒരു സാധ്യത മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓരോരുത്തരെയും സിമ്പിളായിട്ട് വിജയിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്ക് ഒരു കമ്പനിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഇത് നല്ല രീതിയിൽ അവർക്ക് വിജയിച്ച് മുന്നേറാനായിട്ട് നമുക്കായാലും നമ്മുടെ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് വിജയിച്ച് മുന്നേറാനായിട്ട് സാധിക്കും. ഓരോരുത്തരെയും ഓരോ പിൻ ലെവൽ മാറ്റാനും ഓരോ അച്ചീവ്മെന്റിലേക്ക് എത്തിക്കാനായിക്കോട്ടെ. ഒരു കമ്പനി വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ആ ഒരു പ്രാധാന്യമൊക്കെ ഇതിലൂടെ മാത്രം, ഇത് ചെയ്താൽ മാത്രം. അപ്പൊ എത്രത്തോളം ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ കമ്പനിയും നമ്മുടെ ലീഡേഴ്സും ഈ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രാധാന്യത്തോടു കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ച്, ഇനിയും ഒരുപാട് ആളുകൾ ഇതിനെ മനസ്സിലാക്കാനുണ്ട്. ഇത് നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചു കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാത്ത ഒരുപാട് ആളുകൾ, ഇപ്പൊ ഞാനും ഡയമണ്ട് ക്ലബിനെ കുറിച്ചൊന്നും അത്രയ്ക്ക് കാര്യമായിട്ട് ആർക്കും പറഞ്ഞു കൊടുത്തിരുന്നില്ല. അപ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് ഇതിന്റെ ഈ 5000 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു 800 ഇപ്പൊ ഞാൻ നിൽക്കുന്ന ലെവലായിക്കോട്ടെ, ഒരു പേളെന്ന് പറയുന്നതിൽ ഒരു 800 ഫാമിലി 800 പേരുടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ അവിടെ 5000 വെച്ച് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പേള അച്ചീവ്മെന്റിലേക്കൊക്കെ എത്താനായിട്ട് സിമ്പിളായിട്ട് സാധിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് നമുക്ക് ടൈം ഫ്രീഡം ഉണ്ട്, നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കൂടുതൽ കിട്ടും. നമ്മുടെ വീട്ടില് ഡിസ്പ്ലേ വാള് ചെയ്യുമ്പോൾ, ഡിസ്പ്ലേ വാള് 10000 രൂപയ്ക്ക് നമ്മൾ നമ്മുടെ വീട്ടിൽ ഡിസ്പ്ലേ വാള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ വീട്ടില് പുതിയൊരാള് വന്നു കഴിഞ്ഞാൽ അവരെ ജോയിൻ ചെയ്യിപ്പിക്കാനൊക്കെ സിമ്പിളായിട്ട് നമുക്ക് സാധിക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഇപ്പൊ ഒരു ഷോപ്പ് ഞായറാഴ്ച ദിവസമാണ് ഷോപ്പ് തുറന്നിട്ടില്ല എങ്കിൽ കൂടി അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഒരു ഷോപ്പ് പോലെ തന്നെ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം നമ്മുടെ കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ പറഞ്ഞ ഡിസ്പ്ലേ വാള്. നമ്മുടെ വീട്ടിൽ ബില്ലടിച്ച് അവർ വന്നു കഴിയുമ്പോൾ അവരെ ഇതിന് പരിചയപ്പെടുത്തി പ്രൊഡക്റ്റുകളുടെ ഗുണമേന്മ പറഞ്ഞു കൊടുത്ത് അവരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ, ഇന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ, ഇതിന് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ഒരു ഷോപ്പിലേക്ക് നമ്മൾ ആ സമയത്ത് ഓടണ്ട. പക്ഷെ ആദ്യ കാലങ്ങളിൽ ഞാനൊക്കെ വരുമ്പോൾ ശരിക്കും ഡിസ്പ്ലേ വാൾ ആയി കഴിഞ്ഞു. ആ ഒരു സമയത്താണ് ഡിസ്പ്ലേ വാള് നൽകി 1 കോടി ഡിസ്പ്ലേ വാളായിരുന്നു TCGയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡിസ്പ്ലേ വാൾ എനിക്കും ആ സമയത്ത് തന്നെ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ജോയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടേക്ക് ഓടണ്ട, നമ്മുടെ ലീഡേഴ്സിന്റെ അടുത്തേക്കോ ഷോപ്പിലേക്കോ പോവാതെ തന്നെ നമുക്കത് ആദ്യത്തെ ഒരു ജോയിനിങ് മാത്രമാണ് എനിക്ക് കലാമേഡം പഠിപ്പിച്ചു തന്നത്. അതിനുശേഷം ജോയിനിങ് ഒക്കെ ഞാൻ തന്നെ. അപ്പൊ എനിക്ക് പ്രൊഡക്റ്റ് വാങ്ങി അവർക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുമ്പോൾ നമുക്കത് ജോയിനിങ് ഒക്കെ ചെയ്തു കൊടുക്കാനായിട്ടൊക്കെ വളരെ എളുപ്പമായിട്ട് സാധിച്ചിരുന്നു. അപ്പൊ അത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് നല്ല രീതിയിൽ വരുമാനം നേടിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിജയിച്ച് മുന്നേറാനായിട്ട് സാധിക്കും. ഇതിലൂടെ ഒരുപാട് നമ്മുടെ അഖില മേഡത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് 10000 ലേഡി ലീഡേഴ്സ് 50,000-ന് മേലെ വരുമാനം വാങ്ങിക്കുന്ന ലേഡി ലീഡേഴ്സ് ആയിട്ട് മാറണം എന്നാണ്
ആ മാഡത്തിന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാനാണ് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം എന്താ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ നമ്മളെ ഒരിക്കലും അതിൽ ചവിട്ടി താഴ്ത്തുകയോ അല്ലെങ്കിൽ നമ്മളെ ഈ പ്രസ്ഥാനത്തിൽ വിജയിച്ച് വരാതിരിക്കാനുള്ള കാര്യങ്ങളല്ല നമ്മുടെ ലീഡേഴ്സ് ആയാലും ഈ ഒരു പ്രസ്ഥാനം ആയാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിൽ എങ്ങനെ നമുക്ക് വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മളെ വിജയിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് മുന്നേറാൻ ആഗ്രഹത്തോടു കൂടി വന്ന് നമ്മുടെ ലീഡേഴ്സിന്റെ കൈ പിടിച്ചു കഴിഞ്ഞാൽ അവര് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവര് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ കൂടെ വന്നവരെയും നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ലീഡേഴ്സും നമ്മളോടൊപ്പം ഒരുപാട് ട്രെയിനിങ്ങുകൾ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് തന്നുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാത്തതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് വേണ്ടി ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. അതെല്ലാം നമ്മുടെ അറിവും കഴിവും കൂട്ടാനായിട്ടുള്ള ഒരു അവസരമായിട്ട് നമ്മളെല്ലാവരും കാണണം. ആ ഒരു എല്ലാ ഇതിലും പങ്കെടുക്കാൻ പറ്റി നമ്മളെ കൊണ്ടാവുന്ന നമ്മൾക്ക് പഠിക്കാനാണെങ്കിൽ നമ്മുടെ കഴിവ് കൂട്ടാനാണെങ്കിൽ നമ്മൾ അതിൽ പങ്കെടുത്തേ മതിയാവും. നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ നമ്മൾ പങ്കെടുത്ത് ഈ ഒരു ഡയമണ്ട് ക്ലബിന്റെ പ്രാധാന്യം നമ്മുടെ കൂടെ വന്നവർക്ക് പറഞ്ഞു കൊടുക്കുക. ആ ഒരു ഡിസ്പ്ലേ വാള് അതുപോലെ അത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നത് അതെന്തിനാണ്, അത് എന്നാലാണ് മൾട്ടിപ്ലിക്കേഷനിൽ നമ്മുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് സിമ്പിളായിട്ട് നമ്മുടെ കൂടെ വരുന്നവരെയും നമുക്കും വിജയിക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് തുമ്പൂര് ഇപ്പൊ ഞാൻ പറഞ്ഞു ഡയമണ്ട് ക്ലബിനെ ആണ് നമുക്ക് ഇതിൽ ഫോക്കസ് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞിരിക്കുന്നത്. എത്രമാത്രം നമ്മുടെ കൂടെ വന്നവരുടെ ആ ഒരു ഇത് കൂടുതലായിട്ട് ചെയ്യുന്നു, 5000 PVക്ക് മുകളിൽ ചെയ്യുന്നോ അത്രയും കൂടുതൽ ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് ഈ 10-ാം തീയതിക്കുള്ളിൽ നിന്ന് 8-ാം തീയതി ആയി. അപ്പൊ എല്ലാവരും ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാനായിട്ട് ഓർത്ത് അത് ആദ്യമായിട്ട് പുതിയതായിട്ട് വന്നവരായാലും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ഇതിന് പ്രാധാന്യം മനസ്സിലാക്കി അത് എത്രയും നേരത്തെ തന്നെ അത് ബില്ല് നമ്മൾ 5000 PV ചെയ്ത് നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇടാ. പിന്നെ എന്താ പറയാ, നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ അല്ലെ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് നമുക്ക് ഇന്ന് തുമ്പൂര് 12-ാം തീയതി ഡിസ്പ്ലേ ഡയമണ്ട് ക്ലബ്ബ് ചെയ്തവർക്ക് മാത്രമായിട്ടാണ്, അത്രയ്ക്കും സ്പെഷ്യൽ ആയിട്ടാണ് നമുക്ക് ഒരു ട്രെയിനിങ്, സ്പെഷ്യൽ ട്രെയിനിങ് ആണ്. അത് മാത്രം ചെയ്യുന്നവർക്ക് മാത്രമേ ഇപ്പൊ ഇനി എന്താ നമുക്ക് മുന്നോട്ടുള്ള ഇതില് നമുക്ക് പഠിക്കാനായിട്ട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നവർക്കാണ് പ്രാധാന്യമുള്ളൂ. അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നവർക്കാണെന്ന് മനസ്സിലാക്കി എല്ലാവരും, ഇപ്പൊ ചിലപ്പോ 2500 3000 ഒക്കെ ചെയ്യുന്നവരുണ്ടാവാം. അപ്പൊ എന്ത് വേണം, നമ്മളത് 5000ത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കണം. അത് മറ്റുള്ളവരിലേക്ക് പുതിയ ആളുകളിലേക്ക് എത്തിക്കാനും കൂടി അവസരമാണ് നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ പുതിയ ആളുകളിലേക്ക് അത് കൊടുക്കുക. അവരെ കൊണ്ട് എത്രയും വേഗം 10-ാം തീയതിക്കുള്ളിൽ, ഇപ്പൊ പുതിയൊരാളാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 31 ആദ്യത്തെ ഒരു മാസം നമ്മൾ ജോയിൻ ചെയ്തിട്ട് ആദ്യ മാസത്തിൽ മാത്രമാണ് 31-ാം തീയതി വരെ നമുക്ക് സമയം തന്നിട്ടുള്ളൂ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാനായിട്ട്. പിന്നെ അടുത്ത മാസങ്ങളിൽ എങ്ങനെയാണ് 1-ാം തീയതിക്കും 10-ാം തീയതിക്കും ഉള്ളിലാണ് ചെയ്യേണ്ടത്. 10,000 25,000 50,000 അങ്ങനെ മറ്റ് 3 തരം ക്ലബ്ബുകളും നമുക്കൊരു മാസം കൊണ്ട് ചെയ്ത് തീർത്താൽ മതി. പക്ഷെ ഇതിനാണ് ഏറ്റവും പ്രാധാന്യം. നമുക്ക് ഒരു കമ്പനി അംഗീകരിക്കുന്ന ഒരു ലെവൽ പിന്ന് നമുക്ക് കിട്ടുന്നു. ആ ഒരു പിന്ന് നമ്മൾ കുത്തി പോവാനൊക്കെ നമ്മുടെ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഒരു പിൻ ലെവലിലൊക്കെ പിന്നൊക്കെ നമ്മുടെ കോട്ടിലൊക്കെ കുത്തി പോകുമ്പോൾ അതിന് വളരെയധികം പ്രാധാന്യവും വളരെയധികം അഭിമാനവും, ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, നമുക്ക് ബിസിനസ് അല്ലെ, നമ്മൾ കമ്പനിയുടെ മുതലാളിമാരാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടൊക്കെ മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അതിലൂടെ നമുക്ക് ബോണസ്, നമുക്ക് ഓപ്പണർ എന്ന് പറഞ്ഞ ലെവലിലൊക്കെ എത്തിക്കഴിയുമ്പോൾ അതൊക്കെ പെട്ടെന്ന് എത്താനായിട്ട് ഈ ഒരു ഡയമണ്ട് ക്ലബ്ബ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു പിൻ ലെവലൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു പിൻ ലെവലൊക്കെ എല്ലാവർക്കും വേഗം എല്ലാവരും നല്ല രീതിയിൽ ആ പിൻ ലെവലിലേക്കൊക്കെ എത്താനായിട്ട് പരിശ്രമിക്കുക. 12-ാം തീയതി നമ്മുടെ ബിജു സാറ്, നമ്മുടെ എമറാൾഡ് ബിജു സാറിന്റെ നേതൃത്വത്തിൽ തുമ്പൂര് എവർഗ്രീൻ ഷോപ്പിൽ ഡയമണ്ട് ക്ലബ്ബ് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, അവർക്ക് മാത്രമാണ്
നമുക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ആണ് നമുക്ക് തരുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ മാസത്തെ വിജയത്തിന്റെ മുന്നോടിക്കായിട്ട് വിജയം നമുക്ക് 8-ാം തീയതിയിലെ പ്രോഗ്രാമിൽ നമ്മുടെ എല്ലാവരും തന്നെ ഓരോ പിൻ ലെവലുകളൊക്കെ അച്ചീവ് ചെയ്ത് നമ്മൾ ആ സ്റ്റേജിൽ കയറാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു അവസരം കൊമ്പടി ടീം ഒരിക്കലും പാഴാക്കി കളയരുത്. എല്ലാവരും അതിന് തയ്യാറെടുക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രവർത്തനത്തിലാണ്, തീവ്രമായ എന്താ പറയാ പ്രവർത്തനത്തിലാണ് എല്ലാവരും ഈ ഒരു മാസത്തെ നോക്കി കാണുന്നത്. അപ്പൊ ആ ഒരു ഇത് ചെയ്യാം. അതുപോലെ 13-ാം തീയതി വാടാനപ്പള്ളിയിൽ ഷൈൻ ബാബു സാറിന്റെ നേതൃത്വത്തിലും സ്പെഷ്യൽ ട്രെയിനിങ് ഡയമണ്ട് ക്ലബ്ബ് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ. അതും നമുക്ക് ഷൈൻ ബാബു സാറിന്റെ നേതൃത്വത്തിൽ വാടാനപ്പള്ളിയിലും ഉണ്ട്. അപ്പൊ എല്ലാവരും ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും തിരക്കില് ആയിരിക്കണം. നമ്മുടെ എന്താ പറയാ 1-to-1 മീറ്റിംഗ്, അതേപോലെ ഹോം മീറ്റിങ്ങുകൾ, ആ ഹോം മീറ്റിംഗ് ഒക്കെ നമുക്ക് എന്നും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ പലരും ചെയ്യാൻ സാധിക്കാറില്ല, അതിനുവേണ്ടി എഫേർട്ട് എടുക്കാറില്ല. ആദ്യത്തെ നമ്മുടെ ലീഡേഴ്സ് പറയാറുണ്ട്, ആദ്യം എന്താ ലീഡേഴ്സ് എല്ലാവരും 3 പ്രാവശ്യം ഒരു ദിവസത്തിൽ 3 നേരമൊക്കെ സമയം ഡിവൈഡ് ചെയ്ത് 3 ഹോം മീറ്റിംഗ് 4 ഹോം മീറ്റിംഗ് ഒക്കെ എടുത്തിരുന്ന സമയം ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. പക്ഷെ ഇന്ന് ഒരു ദിവസത്തിൽ ഒരെണ്ണം പോലും ചെയ്യാതെയാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഹോം മീറ്റിങ്ങുകൾ നടത്തി എല്ലാവരും വലിയ വലിയ വിജയങ്ങളിലേക്കൊക്കെ എത്താനായിട്ട് എല്ലാവർക്കും സാധിക്കണം. അതിനുവേണ്ടി എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുക. നല്ല രീതിയിൽ തന്നെ ഈ മാസത്തെ ഒരു വിജയം നമ്മുടെ ലീഡേഴ്സിന് സമർപ്പിക്കാനായിട്ട് നമ്മൾ അതിന്റെ മുന്നോടിയായിട്ട് എല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ പറ്റുന്നവർക്ക്, അല്ലാത്തവർ സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാം, സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ്, ക്രൗൺ ക്ലബ്ബ്. അതിന് നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. അതോടൊപ്പം ഈ ഡയമണ്ട് ക്ലബ്ബിന് മാത്രമാണ് ഫ്രീ പ്രൊഡക്റ്റ് ഉള്ളൂ. മറ്റുള്ളതിനൊക്കെ നമുക്ക് ക്യാഷ് ബോണസും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും വാങ്ങിക്കാൻ സാധിക്കട്ടെ. നല്ല രീതിയിൽ എല്ലാവരുടെ ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ വിജയിച്ച് മുന്നേറാൻ ഈ ഒരു RCMന്റെ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും വലിയ വിജയങ്ങൾ. നമ്മൾ ഇതിൽ ഉറച്ചു നിൽക്കുക. പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ കടന്നു വന്നാലും അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. ഈ ഒരു RCM എന്ന ഒരു പ്രശ്നം മാത്രമായി തീരണം നമ്മുടെ ജീവിതത്തിൽ. പ്രശ്നമല്ല, പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമായിട്ട് മാറണം. എനിക്ക് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അത് എൻ്റെ ഒരു കഴിവല്ല. എൻ്റെ ലീഡർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആ ഒരു ലീഡർ നമ്മളെ വഴി നടത്തിയത് കൊണ്ടാണ്. നമുക്കൊരു തിരിച്ചറിവോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച്. അപ്പൊ അവര് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊരു നമ്മളോട് പറഞ്ഞു തന്ന് നമ്മളെ വിജയിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവര് നമ്മുടെ ലീഡേഴ്സ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് കേട്ട് മുന്നോട്ട് പോവുക, അതിൽ ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് ഇന്നിപ്പോ 2-3 വർഷം കൊണ്ടൊക്കെ ഒരു 50,000 രൂപയുടെ വരുമാനമൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും. കാരണം ഒരുപാട് പുതിയ പുതിയ പ്രൊഡക്റ്റുകളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും പുതിയ പുതിയ ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ നമ്മുടെ RCMൽ എത്തി. അതുപോലെ ഒരുപാട് ഷോപ്പുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെല്ലാം ഈ വളർച്ചയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ RCM എന്താ പറയാ, പണ്ട് ഗിരീഷ് സാറൊക്കെ പറയും റോക്കറ്റ് പോലെ കുതിക്കുന്ന ഒരു സമയം RCMൽ ഉണ്ടാവും എന്ന് പറയും. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുടക്കകാലത്തിലേക്ക് ഇതൊക്കെ സംഭവിക്കുമോ നടക്കുമോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതാണ് നമ്മുടെ കോർ ലീഡർ ആയിട്ടുള്ള സ്റ്റാർ എമറാൾഡ് ഗിരീഷ് സാറ്. അപ്പൊ ആ ഒരു സ്വപ്നങ്ങളൊക്കെ നമ്മൾ തുടക്കകാലത്തൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ നടക്കുമോ, നടത്താൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ ഇതെല്ലാം സാധ്യമാവും, കിട്ടും, നേടാൻ പറ്റും. നേടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. അതിലേക്ക് RCMലേക്ക് കാലെടുത്ത് വെച്ചവരുണ്ട്. അപ്പോൾ ആ കാല് എടുത്തു വെച്ച് മുന്നോട്ട് വന്നവര് ഇതിൽ ശങ്കിച്ച് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. അടുത്ത കാലും കൂടി ഇതിലേക്ക് എടുത്തു വെച്ച് ഫുള്ളായിട്ട് ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ്. അപ്പൊ ആ ഒരു വിജയത്തിലേക്ക് എത്താനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ, എല്ലാവർക്കും വിജയം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന എല്ലാ ഗ്രേറ്റ് ഗുരുക്കന്മാർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു, സ്നേഹത്തോടെ സ്മരിക്കുന്നു.
അതുപോലെ ഡയമണ്ട് ക്ലബ്ബ് എല്ലാവർക്കും വിജയത്തിന്റെ പാതയിലേക്ക് എത്താനുള്ള ഒരു ഒന്നാണെന്ന് മനസ്സിലാക്കി എല്ലാവരും പ്രവർത്തിക്കുക, വിജയിക്കുക, മുന്നോട്ട് പോവുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ക്രിസ്തുമസിന്റെ ആശംസകൾ. അതുപോലെ തന്നെ ജനുവരി 8-ാം തീയതി നമുക്ക് നടക്കുന്ന RCM പൂരം കൊമ്പടി പൂരമാക്കി മാറ്റാനായിട്ട് നമ്മളാണ് മുൻകൈ എടുക്കേണ്ടത്. അതിന് നമ്മുടെ പവർഫുൾ ലീഡേഴ്സ് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവും കൂടി നമുക്ക് കിട്ടി മുന്നോട്ട് പോവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. എല്ലാവർക്കും ദൈവാനുഗ്രഹം, വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. JRCM, ഗുഡ് RCM. താങ്ക് യു ഓൾ ലീഡേഴ്സ്. ആലോചിച്ചു ഇന്ന് സ്റ്റാർ എൻ്റെ പോലെ അതിന്റെ ഒരു വിവരണം ഉണ്ടായിരിക്കും. ഡയമണ്ട് ക്ലബ്ബ് പ്രൊമോഷൻ ചെയ്യുന്നവർക്ക് പ്രത്യേക പ്ലാനിങ്ങുകള്, പാക്കേജുകളാണ് പ്ലാൻ ചെയ്യാനാണ് ഇന്നിപ്പോ വിളിച്ചത്. ആലോചിച്ച് നോക്കൂ, നമ്മളിവിടെ ഡയമണ്ട് ക്ലബ്ബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മള് ഡയമണ്ട് ക്ലബിന്റെ പ്രോഗ്രാമുകൾ നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. അതേ പ്ലാനിങ് മുതിർന്ന ലീഡേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു എന്നതിന്റെ തെളിവാണ് അത്. വളരെ സന്തോഷം. കാരണം മാജി മാഡത്തിന്റെ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് കോള് വന്നപ്പോൾ അറ്റൻഡ് ചെയ്താണ്. അപ്പോൾ ഡോക്ടർ രാജൻ സാറ് ഡയമണ്ട് ക്ലബിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഡയമണ്ട് ക്ലബിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ്. എന്തായാലും സന്തോഷം. എൻ്റെ പേര് സജീവ് കുമാർ, കുമ്പിടിഞ്ഞമക്കലാണ്. ഒരു പ്രോഗ്രാമിന് പോകാനുള്ള തിരക്കിലാണ്, അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തത്. അപ്പോ എന്തായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മാജി മാഡം ഇന്ന് നമുക്ക് പറഞ്ഞു തന്നത്. RCM ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ TCG പറയുന്ന ഒരു കാര്യം, ഒരു വ്യക്തി വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തി RCMന്റെ വെറും ഉപഭോക്താവാണ്. ഒരു വ്യക്തി RCMന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും അത് മറ്റുള്ളവരെ പരിചയപ്പെടുത്തി ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി RCMന്റെ യഥാർത്ഥ ബിസിനസിന്റെ റൂട്ടിലാണ്. അതായത് യഥാർത്ഥ RCM പറയുന്ന ആശയം ഉൾക്കൊണ്ട് ജനങ്ങളിലേക്ക് ഓരോ കുടുംബത്തിനും ഉയർത്താനായിട്ടുള്ള ആ പ്രവർത്തനം ചെയ്യുന്ന ആളായിട്ട് TCG അദ്ദേഹത്തെ കണക്ക് കൂട്ടുന്നത് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആളായിട്ടാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് TCG പോലും സീരിയസ് ആയിട്ട് RCMന്റെ പ്രവർത്തകര് എന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കുന്നുള്ളൂ. അത് തന്നെയല്ല, എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ളത് മാജി മാഡം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കൂടുതൽ ജനങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കണമെങ്കിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവണം. എന്നാലാണ് അവിടെ ആ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഒരു പലചരക്കട നടത്തുന്ന ഒരാള്, ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരാള് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചു വെച്ചിട്ടാണോ അദ്ദേഹം കച്ചവടം നടത്താം? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും പലചരക്കടയിൽ ആരെങ്കിലും വരുമോ പ്രിയ മാഡം? പലചരക്കടയിൽ വരുമ്പോൾ 2 സോപ്പ് പലചരക്കടയിൽ വരുമ്പോൾ ഒരു വെളിച്ചെണ്ണ, പലചരക്കടയിൽ വരുമ്പോൾ ഒരു 2 ഷാമ്പു, ഇതൊക്കെ ഒരു പലചരക്കടയിൽ വെച്ച് വിൽപ്പന നടത്തിയാൽ അത് കച്ചവടമാണോ? അല്ല. അതിനാണ് മിനിമം ഒരു 10,000 രൂപയുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഒരു ബിസിനസ് വളരുള്ളൂ. അതുകൊണ്ട് അതിനെയാണ് ഒരു കച്ചവടം എന്ന് പറയാൻ പറ്റുള്ളൂ. അതിനെയാണ് അത് മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. ആളുകൾ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട് ഉണ്ടാവണം. അവിടെയാണ് വളർച്ച ഉണ്ടാവുക, അവിടെയാണ് ടീം വളരുക, അവിടെയാണ് നമുക്ക് നമ്മുടെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് നിരന്തരമായിട്ടുള്ള ഒരു സെയിൽസ് നമുക്ക് അവിടെ വരിക. നിരന്തരമായ സെയിൽസിലൂടെയാണ് പതുക്കെ നമ്മുടെ കൂടെ ജോയിനിങ്ങുകൾ ആളുകൾ വരിക. അപ്പോൾ ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം പറഞ്ഞു വെച്ചിരിക്കുന്നത് അവനവന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സൂത്രവാക്യമാണ്. പല ആളുകളും ഈ സൂത്രവാക്യം 1-2 മാസം മാത്രമാണ് പ്രയോഗിക്കുള്ളൂ. അപ്പോഴേക്കും ഓപ്പണറായി കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ വരും എന്ന് വിചാരിച്ച് നിൽക്കാണ്. ഇന്ന് സ്റ്റാർ എമറാൾഡ് ആയിട്ട് ഞാൻ ഇന്നും അത് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? സ്റ്റാർ എമറാൾഡ് അല്ല അവസാന വാക്ക്. ഇനിയും മുന്നോട്ട് ദീർഘദൂരം പോവാനായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ടീം അംഗങ്ങളോട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ഒരാളായിട്ട് മാറിയാലാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം ഞണ്ടിന്റെ കഥ ഒന്ന് അവതരിപ്പിച്ചു കറുകുറ്റിയില്. എന്താണ്? ഞണ്ടിന്റെ അമ്മ പറഞ്ഞു, മോനെ നീ നേരെ നടക്ക്. അപ്പോ ചെക്കൻ നടക്കുമ്പോൾ ചെരിഞ്ഞ നടക്കുക.
അതിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഞാൻ ഇന്നിപ്പോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അത് വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവില്ല, അത് യൂട്യൂബ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് പല ആളുകൾക്കും അത് ഷെയർ ചെയ്യാൻ പറ്റും. ഞാനതിപ്പോ ഇന്ന് ഈ ക്ലാസ്സിന് ശേഷം ഷെയർ ചെയ്യാം. അപ്പൊ വീണ്ടും പറഞ്ഞു, ഡാ നിന്നെ ഞാൻ തല്ലി ഞാൻ ശരിയാക്കും, നിന്നോട് എത്ര പ്രാവശ്യമായി പറയുന്നത് നേരെ നടക്കാൻ. അപ്പൊ പിന്നെ ചെക്കൻ നടക്കുമ്പോ വീണ്ടും ചെക്കൻ ചെരിഞ്ഞു കഴിഞ്ഞാൽ നടക്കുള്ളൂ. അപ്പൊ ലാസ്റ്റ് സഖി കേട്ടിട്ട് ചെക്കൻ പറഞ്ഞു, അന്ന് അമ്മ ഒന്ന് നടന്നു കാണിക്കാൻ. അപ്പൊ അമ്മ നടന്നപ്പോ ചെക്കനേലും ചെരിഞ്ഞിട്ടാണ് അമ്മ നടക്കുന്നത്. JRCയും ഗുഡ് ആർസിയും. അതുകൊണ്ട് എന്റെ ടീമങ്ങള് ഡയമണ്ട് ക്ലബ് ചെയ്യണം, എന്റെ ടീമങ്ങള് ബിസിനസ് ചെയ്യണം, എന്റെ ടീമങ്ങള് ഹോം മീറ്റിംഗ് വെക്കണം, എന്റെ ടീമങ്ങൾ വലിയ അച്ചീവ്മെന്റ് വരണം, എന്റെ ടീമങ്ങൾ എന്റെ മീറ്റിങ്ങിന് വരണം, എന്റെ ടീമങ്ങൾ ട്രെയിനിങ്ങിന് വരണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ സൂത്രവാക്യം അത് ഞാൻ ചെയ്യുക എന്നുള്ളതാണ്. എന്നിലാണ് ആദ്യം മാറ്റം കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് ആരൊക്കെയാണോ ബിസിനസ്, ഒരു നിർബന്ധമില്ല ഒരാൾക്കും, ഞാൻ പറയുന്നു ഒരു നിർബന്ധമില്ല, നിർബന്ധം നിങ്ങൾക്കായിരിക്കണം. ആർസിമിലൂടെ വിജയിക്കാനുള്ള സൂത്രവാക്യമാണ് ഡയമണ്ട് ക്ലബ്ബ്. അപ്പോൾ ആർസിമില് ഇനി ചില ആളുകളുണ്ട്, ആർസിമിൽ വിജയിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുമ്പോൾ ഈ സൂത്രവാക്യം മാത്രം ചെയ്യുള്ളൂ. ഏത് ഡയമണ്ട് ക്ലബ്ബ് മാത്രം ചെയ്യും, വിടാതെ ചെയ്യും, അതിലൊരു സംശയമില്ല. പക്ഷെ അവർക്ക് ഹോം മീറ്റിംഗും ഇല്ല, അവർക്ക് ട്രെയിനിങ്ങും ഇല്ല, അവര് മീറ്റിങ്ങിന് വരൂല, ഒരാളെ ജോയിൻ ചെയ്യിക്കൂല, ഒന്നും ചെയ്യില്ല. ഡയമണ്ട് ക്ലബ്ബ് മാത്രം ചെയ്താൽ അതും പോരാ, അതൊരു ഭാഗം മാത്രമാണ്. സാമ്പാർ വെക്കുമ്പോൾ കായപ്പൊടി മാത്രം ഇട്ടാൽ മതിയാ, പരിപ്പൊന്നും വേണ്ടേ, മുളക് വേണ്ടേ, മഞ്ഞൾ വേണ്ടേ, വേണ്ടേ ജയലക്ഷ്മി മേഡം? വേണം. അപ്പോഴാണ് ഇതെല്ലാം ചേരുവകളും കൂടി ചേരുമ്പോഴാണ് സാമ്പാറാവുക. അതേപോലെ ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്നത് സാമ്പാറിലെ പരിപ്പ് പോലെയാ, പ്രധാനപ്പെട്ടതാ. അതുകൊണ്ട് ആ പ്രധാനപ്പെട്ടതിന്റെ കൂടെ മറ്റുള്ള ചേരുവകളും കൂടി ചേരുമ്പോഴാണ് അത് അതിന്റെ യഥാർത്ഥ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഞാൻ പറയുന്നു, ഇന്ന് വരെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെയ്ത് ഞാൻ തുടർച്ചയായിട്ട് ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു തീരുമാനം എടുക്കുക. ഇന്ന് ഇപ്പോ 8-ാം തീയതിയാണ്, 9-10 2 ദിവസം കൂടിയാണ് ഉള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡയമണ്ട് ക്ലബ്ബ് ബിസിനസ് ചെയ്യുന്ന ആളുടെ കാറ്റഗറിയിലേക്ക് നമ്മൾ വരികയും നമ്മുടെ ടീമങ്ങളെ ആ കാറ്റഗറിയിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രദ്ധയാണ് ഇനി നമ്മൾ കൊടുക്കാനുള്ളത്. പ്രത്യേകിച്ചും 12-ാം തീയതിയും 13-ാം തീയതി ആയിട്ട്, 12-ാം തീയതി തുമ്പൂര് എവർഗ്രീനില് ബിജു സാറിന്റെ കെയർ ഓഫിലുള്ള ആളുകൾക്ക് തുമ്പൂര് എവർഗ്രീനിലും, ഷൈൻ ബാബു സാറിന്റെ കെയർ ഓഫിലുള്ള ആളുകൾക്ക് അവിടെ നമ്മൾ വാടാനപ്പള്ളിയിലും. ഇനി 12-ാം തീയതി പങ്കെടുക്കാൻ പറ്റാത്ത ഒരാൾക്ക് വാടാനപ്പള്ളിയിൽ പങ്കെടുക്കാം. ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ആളുകൾ ആലോചിക്കണ്ട, ഇനി 13-ാം തീയതി പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് 12-ാം തീയതി പങ്കെടുക്കാം. കാരണം കോമൺ അജണ്ടയാണ്. അതുകൊണ്ട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് എല്ലാ മാസവും നമ്മൾ പ്രത്യേക ട്രെയിനിങ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ടീമിൽ ആരൊക്കെയാണോ ആ ട്രെയിനിങ് പങ്കെടുപ്പിക്കേണ്ടത് അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി, എന്തിനാണ് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി അവരത് ചെയ്യിപ്പിക്കുക, അവർ ആ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുക. ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ആണ് നമുക്ക് അവിടെ കിട്ടാനായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു ഡയമണ്ട് ക്ലബ്ബ് എന്ന ആശയത്തിലേക്ക് വരിക, സ്ഥിരതയോടുകൂടി ചെയ്യുക. പറയാറില്ലേ, മഴ പെയ്ക്കണമെങ്കിൽ ഒരു തുള്ളക്കാരന്റെ കഥ പറയാറില്ലേ? 1-2 മാസം തുള്ളി മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ തുള്ളക്കാരൻ മഴ പെയ്യുന്നവരെ തുള്ളും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നല്ല പ്രശസ്തിയും പേരും ഇതൊക്കെ ഉണ്ടായത്. ഒരു കഥ പറയാറില്ലേ? അതേപോലെ ചില ആളുകൾ 1-2 മാസം തുള്ളും, അത് കഴിഞ്ഞിട്ട് പിന്നെ കരക്കാര് തുള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ തുള്ളണം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ സ്റ്റാർ എമറാൾഡായിട്ട് നിൽക്കുന്ന ആള് ഞാൻ തുള്ളിക്കൊണ്ടേയിരിക്കുക. ഓക്കെ. മാജിക് മാഡം തുള്ളിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തുള്ളിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് വീണ്ടും വീണ്ടും അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് പറ്റുന്നത്. അവരുടെ ടീമങ്ങൾ ഇവരെ കാണുമ്പോൾ തുള്ളാതിരിക്കാൻ പറ്റില്ല, അല്ലെ? ഒരാളെ തുള്ളിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കൂടുതൽ നോക്കിന്നാലോ നമുക്കും തുള്ളാൻ തോന്നും, അല്ലെ? ഡാൻസ് ചെയ്യുന്ന ആളെ കൂട്ടത്തിൽ നമ്മളും കൂടി വന്നാലോ നമുക്ക് ഡാൻസ് ചെയ്യാൻ തോന്നും. പാട്ട് പാടുന്ന കൂട്ടത്തിൽ നമ്മൾ വന്നാലോ തുടക്കത്തിലൊക്കെ പാടിയില്ലെങ്കിലും പിന്നെയും പാടാൻ തോന്നും. പക്ഷെ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഒറ്റെണ്ണം പാടുന്നില്ലെങ്കിലോ പാട്ട് പാടാൻ അറിയുന്ന ആള് പോലും പാടില്ല. JRCയും ഗുഡ് ആർസിയും. അതുകൊണ്ട് നമ്മളൊരു പ്രേരണയായിട്ട്, നമ്മളൊരു മാതൃകയായിട്ട് നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന രീതിയിൽ നിർബന്ധമൊന്നുമില്ല. ബിസിനസ്സിലൂടെ വലിയ അച്ചീവ്മെന്റ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകള്, നല്ലൊരു വരുമാനം മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം ചെയ്യുക, അല്ലാത്തൊരു ഉൽപ്പന്നങ്ങൾ മേടിച്ചെന്നോ, നോ പ്രോബ്ലം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാറ്റഗറി ഒരു സ്പെഷ്യൽ ട്രെയിനിങ് 12-13 നമ്മൾ നടത്തുന്നു. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും ഈ ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം.
പിന്നെ ഇവിടെ മാജിക് മേഡം പറഞ്ഞു ചില ആളുകൾ 1-ാം തീയതി ചെയ്യും, ചില ആളുകൾ 5-ാം തീയതി ചെയ്യും, ചില ആളുകൾ 10-ാം തീയതി രാത്രി 11:45 ചെയ്യും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 10-ാം തീയതി രാത്രി 10:45 11:45 ചെയ്യുന്ന ആളുകള് അവര് ഒറ്റയ്ക്ക് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആളുകളായിരിക്കും. അതായത് അവരുടെ ടീമിൽ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നതിന്റെ ശ്രദ്ധ അവർക്കില്ല. അവര് ടീം അത് കണ്ട് ഡെവലപ്പ് ചെയ്യാൻ അവര് പ്രചോദനം കൊടുക്കാനുള്ള ഒരു ശ്രദ്ധ അവർ കൊടുക്കുന്നില്ല. ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ, ഒരു ടീമിനെ നമ്മൾ ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുത്തി ഒരു ടീമിന് പ്രചോദനം കൊടുക്കേണ്ട ഒരാളാണെങ്കിൽ, ഞാൻ ചെയ്യുന്നത് കണ്ട് എൻ്റെ ടീം 10 ആളെങ്കിലും ഇത് ചെയ്യാനുള്ള ഒരു പ്രേരണ വരണം, അത് ചെയ്യണം, ടീമിനെ ഡെവലപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ പറയുന്നു 1-ാം തീയതി ചെയ്തില്ല 5-ാം തീയതിക്ക് മുന്നേ ചെയ്യാനും അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാനും നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവാം. അപ്പൊ നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് ഒരു പ്രചോദനമാവും. അതാ ജയലക്ഷ്മി മാഡം ചെയ്തു, അപ്പൊ ജയലക്ഷ്മി മാഡത്തിന്റെ ടീം അംഗങ്ങൾ എന്ത് ചെയ്യും? മാഡം ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്നപ്പോ നമുക്ക് പെട്ടെന്ന് ചെയ്യാം, 6-ാം തീയതി 7-ാം തീയതി ആയിട്ട് അവരും ചെയ്യും. പക്ഷെ ജയലക്ഷ്മി മാഡം 10:45 10 മണിക്ക് 11 മണിക്കും എല്ലാവരും ഉറങ്ങിയ ശേഷം ചെയ്യണമെങ്കിലോ ജയലക്ഷ്മി മാഡം കണ്ടത് ചെയ്തത് അവർ അറിഞ്ഞിട്ടില്ല. അവര് 11-ാം തീയതി 12-ാം തീയതിയാണ് ഇത് കാണുന്നത് ഈ മെസ്സേജ്. അപ്പോൾ എന്ത് സംഭവിക്കും? അവര് ആ ഡയമണ്ട് ക്ലബ്ബ് കിട്ടും. അപ്പൊ എന്തായാലും ഈ മാസം പോയി, ഇനി അടുത്ത മാസം ചെയ്യാം. അടുത്ത മാസം നോക്കുമ്പോൾ ജയലക്ഷ്മി മാഡം ചെയ്യുന്നത് നോക്കി നിൽക്കുക. അപ്പോഴും ജയലക്ഷ്മി മാഡം 10-ാം തീയതി രാത്രിയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്കും പ്രചോദനമില്ല. അപ്പൊ അവര് എന്താ ചെയ്യുക? 10-ാം തീയതിക്കുള്ളിൽ ചെയ്യണമെന്നല്ലേ? 11-ാം തീയതി 12-ാം തീയതിയാണ് അവര് കാണുന്നത്. അവർക്ക് പ്രചോദനം ഉണ്ടാവില്ല. പക്ഷെ നമ്മള് നേരത്തെ തന്നെ 1-ാം തീയതി ചെയ്യാൻ പറ്റണമെങ്കിൽ 1-ാം തീയതി ഒരു 5-ാം തീയതിക്ക് മുന്നെങ്കിലും ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത് എന്തായാലും നമ്മൾ ചെയ്യണം. ഒരു 5 ദിവസം മുന്നേ ചെയ്ത എന്താ കുഴപ്പം? അങ്ങനെ ചെയ്താൽ അതാത് ടീമിന് പ്രചോദനം ഉണ്ടാവും. അതുകൊണ്ട് ഇനി ഒട്ടും സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഡയമണ്ട് ക്ലബ്ബ് പൂർത്തിയാക്കാത്ത ആളുകൾ ഇന്ന് ഡയമണ്ട് ക്ലബ്ബ് പൂർത്തിയാക്കി നമ്മുടെ മെസ്സേജ് ഇടുക. അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് ഡോക്ടർ രാജൻ സാറ് പോലും ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ടുള്ള വലിയ പ്രോഗ്രാം, ഇരിഞ്ഞാലോടെ പ്രോഗ്രാം അന്ന് നമ്മൾ കണ്ടു, അന്ന് കോമൺ പ്രോഗ്രാമാ. പക്ഷെ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ടുള്ള കോമൺ പ്രോഗ്രാമുകള് മുതിർന്ന ലീഡേഴ്സ് പോലും പ്ലാൻ ചെയ്തു. അതുകൊണ്ട് ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണമെങ്കിലും അറ്റൻഡ് ചെയ്യിപ്പിക്കണമെങ്കിലും ഡയമണ്ട് ക്ലബ്ബ് ഒരു ശീലമാക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ്, അങ്ങനെ പ്രോഗ്രാം നടത്തുമ്പോൾ നമ്മൾ പുറത്ത് ഒരു കാഴ്ചക്കാരായിട്ട് നിൽക്കുന്ന ആളുകളായിട്ട് മാറേണ്ടി വരും. അത് നമുക്കതൊരു മാനസികമായിട്ടും അത് നമ്മുടെ ടീം അംഗങ്ങൾക്ക് എന്താണ്, ഇദ്ദേഹം ഇതിൽ ബിസിനസ്സിലൊന്നും ഇല്ലാത്ത ആളായിട്ട് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെടുന്ന ആളുകളുടെ കൂടെ ആരും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ഡയമണ്ട് ക്ലബ്ബ് ഒരു ശീലമാക്കുക. അതിലും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന 10,000 25,000 അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു. മിനിമം ഒരു ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആളുകളെയാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അത് നല്ല രീതിയിൽ ഇന്ന് മാജിക് മാഡം അവതരിപ്പിച്ചു. എന്ന് തൊട്ടാണോ ഡയമണ്ട് ക്ലബ്ബ് ചെയ്തു തുടങ്ങിയത് അന്ന് മുതല് മാജിക് മാഡം അത് ഉൾക്കൊണ്ട് എത്ര ബുദ്ധിമുട്ടായാലും എത്ര കഷ്ടപ്പാടായാലും ആ സമയത്ത് പോലും ഡയമണ്ട് ക്ലബ്ബ് ചെയ്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു കൊമ്പിടി ഞാമക്കലിന്റെ ഏറ്റവും പവർഫുൾ ലീഡറായിട്ട് ഇന്ന് മാജിക് മാഡം ആദ്യത്തെ ടെക്നിക്കൽ ലേഡി ലീഡറായിട്ട് ഇന്ന് ഉദയം കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നാണ് നമ്മളിത് കേട്ടത്. അപ്പോൾ എന്തായാലും തീർച്ചയായും ആ വാക്കുകൾ ഉൾക്കൊണ്ട് എല്ലാവരും ഡയമണ്ട് ക്ലബ്ബിലേക്ക് വരാം. വലിയൊരു തരംഗം നമുക്ക് ഡയമണ്ട് ക്ലബ്ബിലൂടെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആളുകളുടെ ഒരു നിരന്തരത ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റഡിയായ ഒരു ബിസിനസ്. ഇപ്പൊ ഒരു സ്റ്റാർ ആയ ഒരു വ്യക്തി എന്തുകൊണ്ട് ആള് ഓപ്പണറിലേക്ക് പോകുന്നു? തിരിച്ച് സ്റ്റഡി ആയുള്ള ബിസിനസ് അല്ല അത്. സ്റ്റഡി ആയിട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണമില്ല. പക്ഷെ സ്റ്റഡി ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാവരുടെ ലെവല് എന്താണ്, ആ ലെവലിലുള്ള നല്ല വരുമാനം കൃത്യമായിട്ട് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് സ്ഥിരതയുള്ള ഒരു ബിസിനസ്, അതാണ് ഈ ഒരു ബിസിനസിന്റെ അടിത്തറ. അതുകൊണ്ട് വല്ലപ്പോഴും വന്ന് 50,000 ചെയ്തു പിന്നെ ആളെ കാണുന്നില്ല, അങ്ങനെയല്ല. പറയാറില്ലേ നമ്മള് മഴത്തുള്ളികള് വലിയൊരു മോട്ടർ വെച്ച് ഒരു കല്ലുമ്മയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ കല്ല് ഓട്ടയാവില്ല. പക്ഷെ ഓരോ തുള്ളികളും അല്ലെ, നമ്മളെ ഓരോ മഴത്തുള്ളികളും നിരന്തരമായിട്ട് പല പ്രാവശ്യമായിട്ട് വീഴുന്ന ആ കല്ലുമ്മൽ ഒരു ഓട്ട നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം നിരന്തരതയുടെ ആ ഒരു പവറാണത്. അതുകൊണ്ട് നിരന്തരമായിട്ട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത് നിരന്തരമായിട്ട് വിജയിക്കുന്ന ലീഡേഴ്സായിട്ട് എല്ലാവരും മാറാൻ സാധിക്കട്ടെ. അത് ഡയമണ്ട് ക്ലബ്ബ് ഗുണം ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. എന്തായാലും മാജിക് മാഡത്തിന് എന്താണ് അഭിനന്ദനങ്ങൾ. നല്ല രീതിയിൽ പ്രിയ മാഡം ഇന്ന് അത് കോർഡിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. താങ്ക് യു പ്രിയ മാഡം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തട്ടെ. ജയ് RCM, ഗുഡ് RCM. താങ്ക് യു. താങ്ക് യു സജു സർ. എന്തായാലും നമ്മുടെ ഗുരുനാഥൻ
അത് നമുക്ക് ഒന്നുകൂടി വ്യക്തമാക്കി തന്നു. ഇനി നമുക്ക് അടുത്തതായി നമ്മുടെ ലീഡർ ബിജു സാർ അല്ലെങ്കിൽ കലാ മാഡം ഉണ്ടെങ്കിൽ സാറ്, ബിജു സാർ ഇല്ല എന്ന് തോന്നണം. വെൽക്കം സാർ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. JRCM വളരെ നല്ലൊരു പ്രോഗ്രാം. ഡയമണ്ട് ക്ലബ്ബ് വളരെ സന്തോഷം എന്ന് പറയുന്നതാണ്. തുടക്കം തന്നെ സജീവ് സാറ് പറഞ്ഞൊരു കാര്യം, നമ്മൾ പ്ലാൻ ചെയ്തു തീരുമാനങ്ങളായി നമ്മുടെ മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ മുതിർന്ന ലീഡേഴ്സ് ഇപ്പോൾ നമ്മൾ വിളിച്ച് ഇങ്ങനെ ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പടി നമ്മൾ മുന്നിലാണ്, ഒരു പടി കൊമ്പടി ടീം മുന്നിലാണ്. അപ്പോൾ എപ്പോഴും ഇതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിക്കുന്നു, അതേപടി തന്നെ അത് ആവുന്നു. അതായത് ലീഡേഴ്സിൻ്റെ ആ ഒരു എന്താ പറയണ്ട, ആ ഒരു നമ്മുടെ എല്ലാവരും കൂടെയുള്ള ഒരു മനസ്സിൻ്റെ ആ ഒരു ഒത്തൊരുമ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഡയമണ്ട് ക്ലബ്ബ് സജു സാറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവരും ഒരു ഹോം മീറ്റിംഗ് എടുക്കുന്ന ആളായിട്ട് മാറാം. നിങ്ങൾ ഹോം മീറ്റിംഗ് എടുക്കുന്ന ആളാണോ എങ്കിൽ നിങ്ങൾക്ക് ഹോം ഷോപ്പുകൾ അനവധി വരും. ഹോം ഷോപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സിമ്പിളായിട്ട് ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് എത്താൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, പല ആളുകളും ഹോം മീറ്റിങ്ങുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പം ഇന്നലെ ഒരാളോട് ചോദിച്ചു, ഹോം മീറ്റിംഗ് എത്ര പേര് വേണമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറയാണ്, ഹോം മീറ്റിംഗ് എടുക്കണമെങ്കിൽ സാറേ 10-30 പേരെങ്കിലും വേണ്ടേന്ന്. ഹോം മീറ്റിംഗ് എടുക്കാൻ 30 പേര് ആവശ്യമുണ്ടോ? പ്രിയ മാഡം, ഹോം മീറ്റിംഗ് എടുക്കാൻ 30 പേര് ആവശ്യമുണ്ടോ? വേണ്ട. ഒരു വീട്ടിൽ ചെന്ന് 4 ആളുള്ളെങ്കിൽ ആ 4 ആൾക്ക് ആർസ്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഹോം മീറ്റിംഗ്. ആ ഒരു വ്യക്തി, ആ കുടുംബം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നാളെ അവരുടെ വീട്ടിൽ ഒരു ഹോം ഷോപ്പിന്റെ പ്രാധാന്യം കൂടി പറഞ്ഞു കൊടുത്താൽ ഒരു ഹോം ഷോപ്പ് ചെയ്യാൻ ഇടവരും. ആ ഹോം ഷോപ്പാണ് പിറ്റേ മാസത്തെ ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നമ്മൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ, സജീവ് സാർ പറഞ്ഞ പോലെ ആ തുള്ളക്കാരൻ്റെ കഥ കേട്ടിട്ടുള്ള ആളുകളുണ്ട്, കേൾക്കാത്തവർക്ക് വീണ്ടും കേൾപ്പിച്ചു തരും 12-ാം തീയതി. നമ്മൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു കാര്യം നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഡയമണ്ട് ക്ലബിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ വരും. ഡയമണ്ട് ക്ലബിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ വന്നാൽ ഓരോ വ്യക്തികളും ഓരോ പിൻ ലെവലുകൾ എല്ലാ മാസവും ചേഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് മാറാൻ പറ്റും. കാരണം പല ആളുകളും ബിഗിനറും ഷോർട്ടറും ഓപ്പണറും ആയിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന രീതിയിലുള്ള ആളുകളെ കൊണ്ടുവരാതെ, ഹോം ഷോപ്പുകൾ ചെയ്യാതെ, കാര്യങ്ങൾ പഠിക്കാതെ, അവർക്ക് സെക്കൻഡ് സൈഡ് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. പല ആളുകൾക്കും സെക്കൻഡ് സൈഡ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. സെക്കൻഡ് സൈഡ് ചെയ്യണമെങ്കിൽ ഹോം ഷോപ്പ് ചെയ്യുന്ന ആളുകൾ വരണം, കാര്യങ്ങൾ കൂടുതൽ പഠിക്കണം, ഡയമണ്ടുകൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും പല ആളുകളും അതിലേക്ക് വേണ്ട ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിൽ കൂടി അല്ല പോകുന്നത്. അപ്പോൾ അത് വ്യക്തമാക്കി കൊണ്ടുവരാനും വരുന്ന ഓരോ വ്യക്തികളെയും എല്ലാ മാസവും വിജയിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നതിൽ കൂടെ നമുക്ക് സാധിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ഒരാൾ പോലും നമ്മുടെ ടീമിൽ ഈ മാസം ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടാവരുത്. അതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. അതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. ഞാനും എൻ്റെ കൂടെയുള്ളവരും ഡയമണ്ട് ക്ലബ്ബ് ചെയ്തിരിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നു, കോമ്പടി ടീമിനെ വെല്ലാവുന്ന ടീം 2026 എവിടെ ഉണ്ടാവില്ല. ഒരുപാട് എമറാൾഡുകളും ഒരുപാട് ടെക്നിക്കൽ അച്ചീവേഴ്സുകളും അതേപോലെ തന്നെ ഒരുപാട് റോയൽറ്റികളെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വർഷമാക്കി നമുക്ക് മാറ്റാൻ, 2026 മാറ്റാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള ഫസ്റ്റ് ചുവടുവെപ്പാണ് ഡിസംബർ മാസത്തിൽ തുടങ്ങുന്ന ഡയമണ്ട് ക്ലബ്ബ്. അതിനുവേണ്ടി എല്ലാവരും 10-ാം തീയതിക്കുള്ളിൽ, 10-ാം തീയതി വേണ്ട, നാളത്തെ കൊണ്ട് നമ്മുടെ ഡയമണ്ട് ക്ലബ്ബ് പൂർത്തിയാക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം.
എല്ലാവരും നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് കൈകോർത്ത് ഒരു കൊടക്കീഴിൽ എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ നല്ല രീതിയിൽ എന്തിനാണ് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നത്, മാജി മാഡം പറഞ്ഞു, ഒരു എന്താ പറയണ്ടേ, ഏതൊരു പ്രതിസന്ധിയെയും ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം അത് പറയുമ്പോൾ, മാഡം അത് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് മനസ്സിരുത്തി പറയാൻ പറ്റും, ഞാൻ ഏത് പ്രതിസന്ധിയിലും ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത ആളാണെന്ന്. അതുകൊണ്ട് തന്നെ ഇന്നൊരു ടെക്നിക്കൽ അച്ചീവറായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം അതിലപ്പുറത്തേക്ക് ഒരു അച്ചീവ്മെന്റുകൾ ടീമിൽ കൊണ്ടുവരാൻ മാഡത്തിന് സാധിക്കും. ഈ ഒരു രീതി ഒരു എല്ലാവരും ഒരു സ്റ്റാർ അച്ചീവർ ഒന്ന് മനസ്സിലാക്കുക. അവരുടെ അടിയിലേക്ക് കുറച്ച് ആളുകളെ നമ്മൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ പോലും നമ്മുടെ കൂടെ 2500 ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. അവരൊക്കെ നിങ്ങളുടെ ലീഡേഴ്സായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഡയമണ്ട് ക്ലബിലേക്ക് എത്തിച്ച് അവരെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ബിസിനസ് ഈ 12-ാം തീയതി 13-ാം തീയതി ഒക്കെ ആയിട്ട് അവിടെ നിന്ന് തുടങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഡയമണ്ട് ക്ലബിനെ കുറിച്ച് പറഞ്ഞ മാജി മാഡത്തിനും നല്ല രീതിയിൽ തന്നെ കോർഡിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ മാഡത്തിനും, ഒരു പവർഫുൾ ലീഡറാണ്. ഷോപ്പൊക്കെ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടിയും പവർ കൂടിയിട്ടുണ്ട് വാക്കുകൾക്കൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഡയമണ്ട് ക്ലബിൽ കൂടെ ഒരു ഡയമണ്ടായിട്ട് മാറാൻ സാധിക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ TCG പറയുന്നതും, അത് തന്നെയാണ് നമ്മുടെ ലീഡേഴ്സ് പറയുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. JRCM, ഗുഡ് ആർസിഎം. താങ്ക് യു ബിജു സാർ. എന്താണെങ്കിലും നമുക്ക് സമയം 7:15 സ്റ്റാർ ആൻഡ് അബവ് ഉണ്ട്.